ബ്രഹ്മാവാണ് ദേവത. ദാരിദ്ര്യനാശമാണ് ഫലപ്രാപ്തി. വിജനമായ പറമ്പുകളിലും മുറ്റത്തും റോഡരികിലുമെല്ലാം ധാരാളമായി കണ്ടുവരാറുള്ള ഒരു സസ്യമാണ് പൂവാങ്കുറുന്തൽ. 15 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ ഇലകൾ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. പൂക്കൾ ചെടിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ പൂക്കൾ ചെറുതും കാണാൻ നല്ല ഭംഗിയുള്ളവയുമാണ്. ഫലത്തിൽ ധാരാളം വിത്തുകൾ കാണപ്പെടുന്നു. വിത്ത് മുഖേനയാണ് വംശവർദ്ധനവ് നടക്കുന്നത്. സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ദശപുഷ്പങ്ങളിൽ ഒന്നായ പൂവാങ്കുറുന്നിലയ്ക്ക് അമൂല്യമായ രോഗശമനശേഷി ഉണ്ടെന്ന് ആയുർവേദവും നാട്ടുവൈദ്യവും ഒരുപോലെ സമർത്ഥിക്കുന്നു. സംസ്കൃതത്തിൽ ഈ സസ്യം സഹദേവി, ഉത്തമകന്യാപത്രം എന്നും ഇംഗ്ലീഷിൽ ആഷ് കളേർഡ് ഫ്ലിബേൻ എന്നും അറിയപ്പെടുന്നു. ആസ്റ്ററേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം വെർണോറിയ സിനേറിയ എന്നാണ്. ശരീരതാപം കുറയ്ക്കാനും ശരീരത്തിലെ വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പനി, തേൾവിഷം, അർശസ്, നേത്രരോഗം എന്നീ അസുഖങ്ങൾക്കുള്ള ചികിത്സകളിലും ഈ സസ്യം ഉപയോഗിച്ചു വരുന്നു. പൂവാങ്കുറുന്നലിൻ്റെ നീരിൽ പകുതി എണ്ണയും ചേർത്ത് ചൂടാക്കി മൂക്കിൽ തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കുമെന്ന് പറയപ്പെടുന്നു. തലവേദനയ്ക്കും ഉത്തമ ഔഷധമാണ് ഈ സസ്യം. ഈ സസ്യത്തിൻ്റെ ചതച്ചെടുത്ത നീരും മുലപ്പാലും ചേർത്ത് കണ്ണിലിറ്റിച്ചാൽ ചെങ്കണ്ണ് ഭേദമാകാൻ സഹായകമാകുന്നു. ഈ സസ്യത്തിൻ്റെ തണ്ട് പല്ലുവേദനയുള്ള ഭാഗത്ത് കുറച്ചു സമയം കടിച്ചു പിടിച്ചാൽ വേദന കുറയുന്നതാണ്. പൂവാങ്കുറുന്നലിൻ്റെ പൂവ് വെള്ളത്തിലിട്ടു വെച്ച ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുറച്ചു ദിവസം കണ്ണ് കഴുകിയാൽ കണ്ണിലെ കുരു ഭേദമാകും. ഈ ഔഷധി സമൂലമെടുത്ത് ഇരട്ടി വെള്ളമൊഴിച്ച് കഷായമാക്കി ഉപയോഗിച്ചാൽ തേൾവിഷവും മൂത്രതടസ്സവും മാറിക്കിട്ടും.